നിവിൻ പോളിയുടെ ഓണത്തിന് വരാനിരിക്കുന്ന ചിത്രമാണ് ബെത്ലഹാം കുടുംബ യൂണിറ്റ്. അതിലെ മാന്ത്രികം എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാൻ വാ. ഭാവന സ്റ്റുഡിയോസ്, ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ്, വർക്കിംഗ് ക്ലാസ് ഹീറോ, മാന്ത്രികം MP3, മമിന ബൈജു. നിവിൻ പോളി ആയിരിക്കും നോക്കുന്നത്. ഇതൊന്ന് പാട്ടത് ഭാവന റോഷൻ ഈ സിനിമയിലും ഉണ്ടാ. വിഷ്ണു വിജയാണ് മ്യൂസിക് കേട്ടാ. സിംഗർ MG ശ്രീകുമാർ. ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടോ? എന്ത് പറഞ്ഞിട്ട് ഏക്കുന്നില്ല. സോങ് ഒരു സൈഡ് പോണ്, ബീറ്റ് ഒരു സൈഡ് പോണ്, ലിറിക്സ് ഒരു സൈഡ് പോണ്. ഞാൻ വരുന്ന മ്യൂസിക്കും ഒന്നും ആ ഒരു പാട്ടിനൊന്നും ഒരു മോടി പിടിപ്പിക്കുന്നില്ല. എന്തോ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ. തുടക്കത്തിലെ ആ ഒരു ലിറിക്സ് പാടുമ്പോഴേ ഒരു ഉറക്ക ഫീൽ അടിക്കുന്നത്. എനിക്ക് പേഴ്സണൽ എങ്ങനെയാണ് തോന്നുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്നും കമന്റ് ചെയ്തേക്കെ. ഫാമിലി പണം തന്നെയായിരിക്കും വരുന്നത്. ആ അങ്ങനെയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു രൂപ കിട്ടുന്നില്ല പേഴ്സണലി. വിനായക് ശശികുമാറാണ് ലിറിക്സ്, ആകാശ് ജോസഫ് ഫിലിം എഡിറ്റർ, അജ്വൽ സാബു DOP. മ്യൂസിക് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയുന്നില്ല. കോളേജാണ് ഇനി. ഇല്ല ഗൈസ്, എനിക്ക് എന്തായാലും വർക്കൗട്ട് ആവുന്നില്ല പാട്ട്. ഞാൻ പറഞ്ഞില്ലേ, മ്യൂസിക് ഒരു സൈഡ് പോകുന്നു, ലിറിക്സ് ഒരു സൈഡ് പോകുന്നു. ആൻഡ് പാടുന്നതും എന്തോ ഈ ഒരു പാട്ടിനോട് യോജിക്കാത്ത പോലെ ഒരു പേഴ്സണൽ ഫീല്. അത് ഞാൻ ലിറിക്സിന്റെ പ്രശ്നമാണോ മ്യൂസിക്കിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. വീഡിയോയും പോരാ, ഒന്ന് ഓക്കെ ആവുന്നില്ല. ഗിരീഷേടിയാണ് സംവിധാനം. ഗിരീഷേടി ഉള്ള എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. അനിത്, ഖലീഫ, പൃഥ്വിരാജിന്റെ ഖലീഫ, അയാൻ ദുൽഖർ എല്ലാം ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. എല്ലാം ഓണം റിലീസാണ്. നിവിൻപോളി ഒരു പ്രേക്ഷക പിന്തുണയിലുള്ള ഒരു നടനും കൂടെയാണ്. ഫാമിലി പടങ്ങൾ വരുമ്പോൾ നിവിൻപോളിക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ. കണ്ടുനോക്കാം എങ്ങനെയാണ് ഓണം വരുന്നതെന്ന്. ഈ ലിറിക്സ് വരുമ്പോഴേ എനിക്ക് ചിരി വരുന്നത് നിർത്തിയാൽ. പക്ക നോർമൽ ആക്കി എടുക്കുന്നില്ല കേട്ടോ. നമുക്ക് സകല നേരം ഉണ്ടെന്ന്. ബിന്ദു പണിക്കറുണ്ട്, ശ്രിണ്ട ഉണ്ട്, അയൽവാസികളാണ് നോക്കാൻ. വേൾഡ് വൈഡ് റിലീസ് 21st August 2026. Lyrical video Exalt Studios. Written by Grishedi Kirit Johnson. Produced Dinesh Govan, Fahad Basil, Shyam Pushkaran, ഗിരീഷേടി ഫിലിം. അതാണ് കുടുംബം യൂണിറ്റ്. ഭാവന സ്റ്റുഡിയോസ് ബെത്ലഹാം കുടുംബ യൂണിറ്റ് ആണ് പെട്ടം കേട്ട. ഇതില് പ്രൊഡ്യൂസിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരേ ടീമുകാരാണ്. അതായത് ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ. അതിന് ഇതിലെ സംവിധാനം വരുന്ന ഗിരീഷേടി. നിങ്ങൾക്ക് അറിയാം, പ്രേമലു എല്ലാം ചെയ്ത ഡയറക്ടറാണ്. അയാം കാതലൻ, സൂപ്പർ ശരണ്യ, തണ്ണീർമത്തനൊക്കെ ഗിരീഷേടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പടത്തിലെ നായകനായിട്ട് നിവിൻ പോളിയാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ
പാട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പാട്ട്. ഞാൻ മുമ്പ് പറഞ്ഞതിനാണ് ഇപ്പോഴും പറയുന്നത്. ലിറിക്സ് എങ്ങോട്ടോ പോകുന്നു, മ്യൂസിക് എങ്ങോട്ടോ പോകുന്നു, അതിനനുസരിച്ച് വീഡിയോയും എന്തോ ഒരു എന്താ വെച്ചാൽ നമ്മൾ പാട്ടിട്ടിട്ട് സ്ലോയിൽ വീഡിയോ പോകില്ലേ, വീഡിയോ എങ്ങോട്ട് പോകണം, പാട്ട് എങ്ങോട്ട് പോകണം, ലിറിക്സ് എങ്ങോട്ടോ പോകുന്നു. ആൻഡ് പാട്ട് കേട്ടപ്പോഴും ഒരു സുഖമൊന്നും തോന്നിയില്ല. ഒരു പേഴ്സണലി ഒരു നല്ല പാട്ട് പോലെ ഒന്നും തോന്നിയില്ല. ചിലപ്പോ ഇനി കേട്ട് വരുമ്പോ കൊള്ളാമായിരിക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഇപ്പൊ കണ്ടപ്പോ അല്ലെങ്കിൽ കേട്ടപ്പോ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല പാട്ട്. മാന്ത്രികം 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 ഭാവന, ആ ലിറിക്സ് തന്നെ പോരാ. വിനായക് ശശികുമാർ ആ ലിറിക്സ് തന്നെ കേട്ടിട്ട് പോരാ. അത് എനിക്ക് തോന്നുന്നു ഖലീഫയും ആയാം ഗെയിം 22-നാണ് റിലീസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, ഓഗസ്റ്റ്. ഇത് 21, ഒരു ദിവസം പ്രയർ ആയിട്ടാണ് വരുന്നത്. 3 ഓണ റിലീസാണ്. 3 മലയാളത്തിന്റെ മികച്ച നടന്മാരാണ്, ഫാൻ ബേസ് ഉള്ള നടന്മാരാണ്. ആൻഡ് 2 പടങ്ങൾ ഒരു മാസ് അപ്പീൽ വരുന്ന പടങ്ങളായിരിക്കും, ഖലീഫയും അയാം ഗെയിം. ആൻഡ് ബട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു പടമാണ് ബത്ലഹാം യൂണിറ്റ്. ഒരു ഒരു ഫാമിലി പടമായിരിക്കും, ചിരിയും തമാശകളൊക്കെ ഉള്ള ഒരു പടമായിരിക്കും. അതായത് ഇപ്പൊ സർവ്വമായൊക്കെ വന്ന പോലെ. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ നിവിൻ ഇതേപോലെ ഫാമിലി പടങ്ങളും കോമഡിയും ഒക്കെ വരുമ്പം നിവിൻ ചാൻസ് കൂടുതലാണ് ജയിക്കാനായിട്ട്. ബട്ട് മറ്റേ 2 സൈഡും വരുന്നത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പടം തന്നെയാണ്. ഒരു മാസ് പടങ്ങളും ഖലീഫ ആൻഡ് ദുൽഖർ സൽമാന്റെ അയാം ഗെയിം, എല്ലാത്തിനും നല്ല പ്രേക്ഷകരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഖലീഫ ആയാലും അയാം ഗെയിം ആയാലും. ബത്ലഹാമിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു ആന്റിസിപ്പേഷനിൽ വരുന്ന പടമല്ല. ചില പടം ഇറങ്ങുമ്പോൾ നല്ലൊരു പോസിറ്റീവ് റിവ്യൂയും കാര്യങ്ങളും വരുമ്പോൾ എല്ലാവരും പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. കാരണം നിവിൻ ഈ ഫാമിലി പടങ്ങളും ചെറിയ തമാശ പടങ്ങളൊക്കെ നല്ല വർക്കൗട്ട് ആവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. മൊത്തത്തിൽ ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പോരാ പാട്ട്, സത്യം പറഞ്ഞാൽ പോരാ ഉള്ളത്. ആൻഡ് മമിത ബജി വളരെ നോർമൽ ആയിട്ടാണ് വരുന്നത്. മേക്കപ്പും കാര്യങ്ങളും അങ്ങനെ അധികമൊന്നുമില്ല, വളരെ നോർമൽ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് ക്ലാസ്സിൽ എന്തോ പഠിപ്പിക്കുന്ന കൊച്ചാണെന്ന് തോന്നുന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അയൽവാസികളാണ് ഇവർ. ഇതിൽ തമ്മിലുള്ള ഒരു പരിപാടികളും കാര്യങ്ങളും വരുന്നതായിരിക്കും. ആൻഡ് റോഷൻ ശ്രീനിവാസ്, ഷാനവാസ്, സംഗീത്, ശൃന്ദ, ബിന്ദു പണിക്കർ, നല്ലൊരു കാസ്റ്റിനെ വരുന്നുണ്ട്. വിഷ്ണു ജയന്റെ മ്യൂസിക്കും വരുന്നുണ്ട്. നോക്കാം പടം എങ്ങനെയാണ് വരുന്നത് നോക്കാം. പക്ഷെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാട്ട് പോരാ.